പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാകുന്നു. വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത്. നിങ്ങൾ ശ്രദ്ധിക്കുക. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരഃ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. നരഃ യഥാ ജീർണാനി വാസാംസി വിഹായ നവാനി അപരാണി ഗൃഹാതി തഥാ ദേഹി ജീർണാനി ശരീരാണി വിഹായ നവാനി അന്യാനി സംയാതി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എപ്രകാരമാണോ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, അപ്രകാരം തന്നെ ആത്മാവ് അഥവാ ജീവാത്മാവ് ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളെ പ്രാപിക്കുന്നു. വളരെ ലളിതമായി ഈ ശ്ലോകത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. നമസ്തേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം. ആദ്യം നമുക്ക് ശ്ലോകം ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായ ശ്ലോകമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം ചർച്ച ചെയ്തു, വസ്ത്രങ്ങൾ മാറും പോലെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്, നശിച്ച ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിക്കുക പദച്ഛേദം. ന ഏനം ഛിന്ദന്തി ശസ്ത്രാണി ന ഏനം ദഹതി പാവകഃ ന ച ഏനം ക്ലേദയന്തി ആവഹ ന ശോഷയതി മാരുതഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ശസ്ത്രാണി ഏനം ന ഛിന്ദന്തി പാവകഃ ഏനം ന ദഹതി ആവഹ ഏനം ന ക്ലേദയന്തി മാരുതഃ ഏനം ന ശോഷയതി ച. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ശ്രദ്ധിക്കുക. ഇപ്രകാരത്തിലുള്ള ഈ ആത്മാവിനെ ശസ്ത്രങ്ങൾ മുറിക്കുന്നില്ല, അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിക്കുന്നില്ല, ജലം നനയ്ക്കുന്നില്ല, വായു ഈ ആത്മാവിനെ ഉണക്കുന്നുമില്ല. ആത്മാവിന് അവയവങ്ങളില്ലാത്തതിനാൽ വാൾ മുതലായവ കൊണ്ട് അതിനെ വെട്ടിമുറിക്കുവാൻ കഴിയുകയില്ല. അപ്രകാരം തന്നെ അഗ്നിക്ക് ആത്മാവിനെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. ശരീരത്തിനെ മാത്രമേ ദഹിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മാവിനെ ദ്രവിപ്പിക്കുവാൻ ജലത്തിനും സാധ്യമല്ല. അപ്രകാരം ശോഷിപ്പിക്കുവാൻ മരുത്തിന്, വായുവിനും കഴിയുകയില്ല. നമസ്തേ.